അസ്സാം വലൈക്കും. എല്ലാവർക്കും ജസാ വിത്ത് അമ്നാസ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു ദിൽകുഷ് അതല്ലെങ്കിൽ തേങ്ങാ ബണ്ണ് എങ്ങനെ തയ്യാറാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പോളം ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി പാലില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു അരക്കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളം എടുത്താൽ മതി. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പുതിയ ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആക്റ്റീവ് ആവില്ല. അപ്പോൾ 1.5 ടീസ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയാലും നോർമൽ മറ്റേ ഈസ്റ്റ് ആയാലും നമ്മൾ എപ്പോഴും ഒരു 10 മിനിറ്റോളം ഇത് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൊന്തി വരും. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. എപ്പോഴും കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്കിവിടെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ, ഒരു വലിയ ടീസ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബട്ടർ ഇല്ലെങ്കിൽ ഒരു കോഴിമുട്ടയും ഒരു 5 സ്പൂണ് ഓയിലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല ബട്ടർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ മൈദ എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്നതിനേക്കാട്ടും സോഫ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. രണ്ടാമത്തെ ഗ്ലാസ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങാ ബണ്ണാണ് കേട്ടോ. അഥവാ ചെറുത് മതിയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാതും ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ച് കൊടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഈ കുഴച്ചെടുത്ത മാവ് മാറ്റിയിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം കേട്ടോ ആ ഒരു ബൗളിൽ. കാരണം അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറോളം മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിനടിയിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാവിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കറക്റ്റ് 2 മണിക്കൂർ മൂടി വെച്ചിരുന്നാൽ ഇത് ഡബിൾക്കായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇതേപോലെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. ഡബിൾക്കായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും കേട്ടോ. ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മാവ് അടിയിലേക്ക് പോവും, അത്രയും സോഫ്റ്റായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിവിടെ മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മാവ് എടുത്ത് നോക്കുമ്പോൾ തീരെ അടിയിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരു ഗ്ലാസ്സിൽ, ഞാൻ നേരത്തെ കാണിച്ച ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സാധാരണ തേങ്ങ ചിരവിയതെടുത്താലും മതി കേട്ടോ. ഇത് കറക്റ്റ് ബേക്കറിയിലൊക്കെ ഇങ്ങനത്തെ ഇതാവും ഉണ്ടാവുക. കാരണം കുറച്ച് ദിവസം കേട്ടാകാതിരിക്കാനൊക്കെ അവർ ഇങ്ങനത്തെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പോളം ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അത്രയും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണിൽ നല്ല ജീരകം, ഏലക്കായ, ഒരു 4 ഏലക്കായാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടിയാണ് കേട്ടോ. ഒരു ചെറിയ സ്പൂണിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 4
സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം ഇത്ര ആവശ്യമില്ലെങ്കിൽ ഇത്ര ചേർത്ത് കൊടുക്കണ്ട. അത് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 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 ടീസ്പൂണും കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 സ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. 3/4 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ മാവില്ലേ അതെടുത്തിട്ട് നമുക്ക് ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ട് 2 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കുറച്ച് കൂടുതലുള്ള ഭാഗം ഒരു വലുതും ചെറുതുമായിട്ട്. അപ്പോൾ വലുത് എന്നിട്ട് പിന്നെ അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് വലുതായിട്ടും കുറച്ച് ചെറുതായിട്ടും അങ്ങനെ വെക്കാം കേട്ടോ. വലുത് ഞാനവിടെ മാറ്റി വെച്ചിട്ട് അതേപോലെ തന്നെ മൂടി വെക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. മൂടി വെച്ചിട്ട് ഇത് നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ. ചപ്പാത്തി പരത്തുന്നത് പോലെ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇതേ ഒരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇങ്ങനൊരു പാത്രത്തിൽ ഫോയിലോ ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നെയ്യ് വെച്ച് കൊടുത്തിട്ട് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് ആ പരത്തി വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫില്ലിങ് നിറച്ച് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫില്ലിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാവില്ലേ അത് വലിയ പീസ് അത് നന്നായിട്ട് ഇത് നേരത്തെ പരത്തിയെടുത്ത പോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇതേപോലെ. എന്നിട്ട് നേരത്തെ നമ്മൾ ഫില്ലിങ് ആക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ വശം അടിവശത്തേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആക്കി കൊടുക്കണേ, എന്നാലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ അത് ബേക്കായി വരുമ്പോൾ സെപ്പറേറ്റ് ആയി പോകും. എന്നിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു കോഴിമുട്ട എടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കോഴിമുട്ട വേണ്ടെങ്കിൽ പാലോ അതല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ നമുക്ക് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റോളം പൊങ്ങി വരും. ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ബേക്ക് ചെയ്യുമ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു 20 മിനിറ്റോളം അടിയിലും മുകളിലും ചൂട് വരത്തക്ക വിധം 200 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റോളം അടിയിലും മുകളിലും വെച്ചിട്ട് ഇതേപോലെ ബേക്കായി വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ കളറൊക്കെ. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ബേക്കറിയിൽ കിട്ടുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതേപോലെ അടിയിലും ആയിട്ട് വരും, മുകളിലും കണ്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇനി അഥവാ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാറില്ലേ നമ്മൾ ഒരു പാത്രത്തിൽ, അതേപോലെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.